ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 5 to 6 വയസ്സായ കുട്ടിക്കുള്ള നല്ല അടിപൊളിയായിട്ട് സ്കേർട്ട് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വെറും രണ്ട് അളവുകൾ മാത്രം മതി. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ സ്കേർട്ടിനായി എടുത്തിട്ടുള്ള ഇതേപോലെ നെറ്റിൻ്റെ ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ രീതിയിലുള്ള ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഷെല്ലിൻ്റെ വർക്കും വരുന്ന രീതിയിലുള്ളൊരു ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഗോൾഡൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആയിട്ട് ഞാൻ എടുത്തുള്ള സാറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള ആ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കും അതേപോലെ തന്നെ ഈ ഒരു സാറ്റിൻ്റെ ഫാബ്രിക്കും ഞാൻ എടുത്തിട്ടുള്ള 1.5 മീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഫ്രില്ല് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അളവ് എടുക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാനിത് ഇതേപോലെ തുണി 4 ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നീളനെയാണ് ഞാൻ വിരിച്ചിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അളവ് വരുന്നത് 28 ഇഞ്ചാണ്. തുണി ഇതേപോലെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 1/2 ഇഞ്ച് മേലേന്നായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മേലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്, അത് നമുക്ക് കാണാനായിട്ട് തീരെ വൃത്തിയില്ല. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പം ഞാൻ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലിൽ 27 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് നമുക്ക് അടിയിൽ മടക്കി തയ്ക്കാനും ബാക്കി മേലെ 1/2 ഇഞ്ച് ഇതേപോലെ നമുക്ക് ബെൽറ്റ് ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാവുക 25.5 ഇഞ്ചാണ്. ബാക്കി വരുന്നത് നമുക്ക് ബെൽറ്റ് ജോയിൻ ചെയ്യാനായിട്ട് വരുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു അളവ് കിട്ടും കേട്ടോ. അപ്പോൾ 27 ഇഞ്ച് ഇതേപോലെ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സാറ്റിൻ്റെ തുണി 4 ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ലൈനിങ് എപ്പോഴും നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാളും കുറവായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണത്. അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെൽറ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 25 ഇഞ്ച് ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന ബെൽറ്റാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതേപോലെ സാറ്റിൻ്റെ തുണി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 24 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് പോണത്. വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അത്രയും ഭാഗം നമുക്ക് കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് ഇതേപോലെ ഡോട്ടാക്കി വരച്ച് കൊടുത്തതിന് ശേഷം ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ നമുക്ക് അടിവശം ഒന്ന് ആദ്യം തയ്ച്ചെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചിൽ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേ രീതിയിൽ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെയും അടിവശം ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ പിന്നി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ വശം, അതായത് നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ പിന്നെ നമുക്ക് നൂല് പെട്ടെന്ന് പിന്നിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമ്മൾ സാറ്റിൻ്റെ ആ ഒരു മേൽവശം കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടിൻ്റെയും താഴത്തെ വശം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ഈ ഒരു മെയിനായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം 2 ഇഞ്ച് എക്സ്ട്രാ വിട്ട് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1/2 ഇഞ്ച് വരുന്ന രീതിയിലുള്ള പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. 1 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 2 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സൊക്കെ വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു മെയിനായിട്ടുള്ള മെറ്റീരിയൽ ഫുള്ളായിട്ട് ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ 2 ഇഞ്ച് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ്ങിന് ഞാൻ കുറച്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, ഈ ഒരു പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ ആദ്യം 2 ഇഞ്ച് വിട്ടതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ടും 2 ഇഞ്ച് വിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ലൈനിങ്ങിലായാലും അതേപോലെ തന്നെ ഈ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിലായാലും നമ്മൾ ആദ്യം അവസാനം 2 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം ഇതേപോലെ ബാക്കിയുള്ള സ്ഥലത്തായിട്ട് വേണം പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വീതിയുള്ള പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലീറ്റ്സ് ഇതേപോലെ ഫുള്ളായിട്ട് രണ്ടിൻ്റെയും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ സ്കേർട്ടിൻ്റെ അതായത് ഈ ഒരു ലൈനിങ്ങിൻ്റെ സൈഡും ഇതേപോലെ 4 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് 2 വശം ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് രണ്ടിൻ്റെയും അതായത് ഈ ഒരു നെറ്റിൻ്റെയും അതുപോലെ തന്നെ സാറ്റിൻ്റെയും നല്ല വശം ചേർത്ത് വെക്കുക. അതിനുശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു മേൽവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ നെറ്റും അതേപോലെ തന്നെ ഈ ഒരു സാറ്റിൻ്റെ ഫാബ്രിക്കും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ 5 ഇഞ്ച് വീതിയിലും 24 ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ചീത്ത വശത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു വശം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുള്ളായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡും 2 വശം ഇതേപോലെ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ബെൽറ്റിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ബെൽറ്റിൻ്റെ, ആ ഒരു ഭാഗം ഇതേപോലെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം മേലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെയും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് എലാസ്റ്റിക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അളവ് എത്രയാണോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു അടിവശത്തായിട്ട് ഏകദേശം 1/2 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ അടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി എന്താണെന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ റിസൾട്ട്. അത്യാവശ്യം നല്ല ഫ്ലയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കേർട്ടാണ്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്ലീറ്റ്സ് അതേപോലെ ഫ്ലയർ ഒന്നും കൂടി താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയുടെ ആ ഒരു അളവ് കൂട്ടിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് വെറും 2 അളവുകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്കേർട്ടിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ അരവണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഏത് സ്കേർട്ടായാലും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. വലിയൊരു കയ്യിലും ചെറിയൊരു കയ്യിലും നമുക്ക് ഈ 2 അളവ് കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മോള് ഇട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.